കാഴ്ചക്കാരുടെ ഉള്ളുലയ്ക്കും വിധം ദുരന്തങ്ങൾ ചിത്രീകരിക്കുന്ന ഹോളിവുഡ് സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന കാഴ്ചകളിലൂടെയാണ് ലോക സിനിമയുടെ തട്ടകമായ ഹോളിവുഡ് ഉൾപ്പെടുന്ന പ്രദേശം കടന്നുപോകുന്നത്. അമേരിക്കയാകെ കത്തിപ്പടരുകയാണ് കാട്ടുതീ. അമേരിക്കയിൽ കാട്ടുതീ അനിയന്ത്രിതമായി പടരുന്നതിന് പ്രധാന കാരണം ശക്തമായ കാറ്റാണ്. വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമുള്ള പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ സ്വാധീനം കൂടിയാകുമ്പോൾ കാട്ടുതീ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. വീണ്ടും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ പ്രവചനമാണ് ഡെമോക്ലീസിൻ്റെ വാള് പോലെ അമേരിക്കയിൽ ആശങ്കയുണ്ടാക്കുന്നത്. കാറ്റ് ശക്തിയായി വീശുമ്പോൾ കാട്ടുതീ കൂടുതൽ മേഖലയിലേക്ക് പടർന്നു പിടിക്കുമെന്നതാണ് ആശങ്ക. അതിനൊപ്പം മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഇനിയും ഉയർന്നേക്കാം. കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലും കാട്ടുതീ ആളിപ്പടരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സർവ്വതും ചുട്ടുചാമ്പലാക്കി ആളിപ്പടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും അഗ്നിരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശക്തമായ ഉഷ്ണക്കാറ്റ് തീയണയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കുകയാണ്. കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് തീയും ആളിപ്പടരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമായിരിക്കുമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം പറയുന്നത്. ലോസ് ഏഞ്ചൽസിൽ മാത്രം 24 പേർ മരിച്ചതായാണ് സ്ഥിരീകരണം. 1990കളിൽ കിഡി കപ്പേഴ്സ് എന്ന ബ്രിട്ടീഷ് TV ഷോയിൽ ബാലതാരമായി എത്തിയ മുൻ ഓസ്ട്രേലിയൻ താരം റോറി സൈക്സും കാട്ടുതീയിൽ കൊല്ലപ്പെട്ടു. തീപിടുത്തത്തിൽ 12,000-ലധികം കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. 1,00,000-ലധികം ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഹോളിവുഡ് താരങ്ങളുടെ കേന്ദ്രമായ ലോസ് ആഞ്ചൽസിൻ്റെ മിക്ക ഭാഗങ്ങളും കത്തിനശിച്ചു. ഏകദേശം $150 മില്യൺ നാശനഷ്ടങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റ് ഇനിയും തുടർന്നാൽ നാശനഷ്ടങ്ങളും മരണങ്ങളും ഇനിയും ഉയർന്നേക്കാമെന്ന ഭീതിയിലാണ് അമേരിക്ക. അമേരിക്കൻ നഗരങ്ങൾ ഒന്നൊന്നായി കാട്ടുതീയിൽ എരിഞ്ഞമരുകയാണ്. കാലിഫോർണിയയ്ക്കും ലോസ് ഏഞ്ചൽസിനും പിന്നാലെ ഇപ്പോഴിതാ ന്യൂയോർക്കിലേക്കും തീ ആളിപ്പടരുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂയോർക്ക് ബ്രോൺസിലെ 6 നിലയുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിലാണിപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഇതുവരെ 5 പേർ മരിക്കുകയും 12 പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തകരായ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് പരിക്കേറ്റവരിൽ 5 പേർ. സമീപത്തുള്ള അപ്പാർട്ട്മെൻറ്റുകളിലേക്ക് തീ പടരാതിരിക്കാൻ കഠിനമായ പരിശ്രമത്തിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളെന്നാണ് ന്യൂയോർക്ക് നഗരകാര്യ മേധാവി വ്യക്തമാക്കിയത്. 200-ലധികം ആളുകളെയാണിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പലരും സുരക്ഷിതമായ ഇടങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ്. ശക്തമായി വീശുന്ന കാറ്റ് തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങളെ വിഫലമാക്കുന്നുണ്ട്. തീപിടുത്തത്തിൻ്റെ തോത് ഓരോ ഘട്ടമായാണ് അമേരിക്ക കണക്കാക്കുന്നത്. അതിലേറ്റവും ശക്തമായ 5ാം ഘട്ടത്തിലാണ് ഇവിടെ തീ പടർന്നിരിക്കുന്നത്. കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് എന്നീ നഗരങ്ങളെ നേരത്തെ തന്നെ കാട്ടുതീ നാമാവശേഷമാക്കിയിരുന്നു. ജനുവരി 7-നാണ് അമേരിക്കയിൽ കാട്ടുതീ ഉടലെടുത്തത്. കാട്ടുതീ ആരംഭിച്ച് ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സാങ്കേതികതയിൽ മുൻനിരയിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ ഇത്തരമൊരു കഴിവില്ലായ്മയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്ക തലകുനിക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് തീപിടുത്തം മാറിയതിൽ രാജ്യത്തിനുള്ളിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. കനത്ത നാശനഷ്ടമാണ് കാട്ടുതീ അമേരിക്കയിൽ വിതച്ചിരിക്കുന്ന നിരവധി വീടുകൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, വ്യവസായശാലകൾ എന്നിവയെല്ലാം തീയിൽ എരിഞ്ഞടങ്ങി. തീ ആളിപ്പടരുന്ന ഭാഗങ്ങളിൽ യാതൊന്നും അവശേഷിപ്പിക്കുകയും ചെയ്യുന്നില്ല.